ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ എന്താണെന്നറിയോ, ഈ കറ്റാർ വാഴകളെ കുറിച്ച് ഒന്ന് പറയാൻ വേണ്ടി എങ്ങനെ ഇതിങ്ങനത്തെ ഇത്ര തിക്കായിട്ടുണ്ടാവണമെന്നൊക്കെ അറിയണ്ടേ. അപ്പം അതിനെക്കുറിച്ചായിട്ട് പറയാം. എന്താ ഞാൻ ഇതിന് ചേർക്കണത്, എങ്ങനെയാണ് ഇത്ര നല്ല ഇതിൽ ഉണ്ടാവണതെന്നൊക്കെ. അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. വേറെ ഒന്നുമല്ല കേട്ടോ, ഞാൻ ഇതിലേക്കൊന്നും ചേർക്കാറൊന്നുമില്ല. ഇത് കുഴിച്ചിട്ടപ്പോൾ കുറച്ച് ആട്ടും കാട്ടല്ലേ അതിട്ടു എന്നല്ലാതെ വേറൊന്നും ഞാനിത് ചെയ്തിട്ടില്ല. പിന്നെ ഇടയ്ക്കൊക്കെ ആദ്യം കേട്ടോ, ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഈ പച്ചക്കറി വേസ്റ്റൊക്കെ അല്ലേ, ഉള്ളി കിഴങ്ങ് അങ്ങനത്തെ ഇതൊക്കെ നമ്മൾ തൊലി പൊളിക്കുമ്പോൾ ആ തൊലിയൊക്കെ ഞാൻ അതിലേക്ക് കൊടുന്നിടാറുണ്ട് കേട്ടോ. അല്ലാതെ ഞാനൊന്നും കാണിക്കില്ല. ഇപ്പോൾ ദാ ഇങ്ങോട്ട് തിരിഞ്ഞ് തന്നെ നോക്കലില്ല. ആവശ്യം വരുമ്പോൾ ഓരോ ഇതിങ്ങനെ പൊട്ടിച്ച് തേക്കും എന്നല്ലാതെ തിരിഞ്ഞ് നോക്കല. ഇപ്പോൾ ഈ മഴക്കാലമായിട്ടാണിത് ഇങ്ങനെ കണ്ടൊക്കെ ചീഞ്ഞു പോവുകയാണ്. ഈ കാലാവസ്ഥയാവും. ഈ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്താ പറയുക, ഇത് നമ്മൾ മഴ തട്ടാത്തോടത്ത് എടുത്ത് വെക്കണം, അല്ലെങ്കിൽ ഇതാ ഈ അവസ്ഥ വരും. ഞാൻ ഇതൊക്കെ എവിടെ എടുത്ത് വെക്കുക എന്നറിയാത്തതുകൊണ്ട് കേട്ടോ എടുത്ത് വെക്കാറില്ല. ഉണ്ടാവട്ടെ ഇരുന്ന് വെക്കുക. എന്നാലും ചിലതൊക്കെ ഉള്ളൂ ചീഞ്ഞ് പോയിട്ട്, ചിലതൊക്കെ നല്ല ഇതിൽ നിൽക്കുന്നുണ്ട്. ഈ കാലമായിട്ടാണ് കേട്ടോ. ഇനി വേനൽക്കാലമാണെങ്കിൽ നല്ല വലിപ്പവും വയ്ക്കും, നല്ല രീതിയിൽ തിക്കായിട്ട് ഉണ്ടാവും ചെയ്യും കേട്ടോ. ഒക്കെ ഈ മഴയാകുമ്പോൾ ആ മഴത്തുള്ളി വരുമ്പോൾ അത് ജെല്ലല്ലേ, വെള്ളം നിറയുമ്പോൾ അത് പെട്ടെന്ന് ചീഞ്ഞു പോവുകയാണ്. വേനൽക്കാലമാകുമ്പോൾ നല്ല ഉഷാറായതുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബായ്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഞാനിതൊന്നും ശ്രദ്ധിക്കാറില്ല. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും ഉണ്ടാവും കേട്ടോ. ചില സ്ഥലങ്ങളിൽ ഉണ്ടാവും, ചിലവർക്ക് ഉണ്ടാവില്ല. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞമാർക്ക്. അപ്പോൾ ബായ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.